ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെർബേറിയത്തിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2022 അതുപോലെ തന്നെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, ഹെർബേറിയ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഹെർബേറിയത്തിൻ്റെ എക്സാമ്പിൾസൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആക്ച്വലി അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് നമ്മൾ പ്ലാന്റിൻ്റെ സ്പെസിമെൻ എന്താണ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റോർ ഹൗസിൽ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് എന്താ, ഹെർബേറിയം എന്നുള്ളത്. ഇത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷീറ്റുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഹെർബേറിയം ഷീറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുക. ചിലപ്പം നമ്മൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷനനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ APJ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഹെർബേറിയം ഷീറ്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതെന്തായിരിക്കും, ഒരു വുഡൻ കബോർഡിൽ സേഫായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാകും. ഇത് നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിനും പഠനത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളിതിനെ പിന്നീട് ഉപയോഗിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാക്ടേസിയ ഫാമിലിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താണ്, ഫ്ലഷി ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള മെമ്പേഴ്സ് നമുക്ക് ഡ്രൈ ചെയ്യാനും പ്രിസർവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ ലിക്വിഡ് പ്രിസർവേറ്റീവ്സിലാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൾക്കി പാർട്സ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ടുകൾ, അതുപോലെ തന്നെ ജിംനോസ്പേമിൻ്റെ കോണ്, അതൊക്കെ എന്താണ് നമുക്ക് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഡ്രൈ ചെയ്യും, പക്ഷേ പ്രസ് ചെയ്യില്ല. അതെന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ബോക്സുകളിൽ സൂക്ഷിക്കുകയാണ്, സ്പെഷ്യൽ ബോക്സുകൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. പിന്നെ ഫോസ്ബർഗും സാഷിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെർബേറിയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഫോർമേഷൻ ഫില്ലിംഗ് സിസ്റ്റമാണ്. പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഹെർബേറിയം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ ആർട്ട് ഓഫ് ഹെർബേറിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത് ലൂക്കാഗിനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പേപ്പറിൽ ഗമ്മ് വെച്ച് അഫിക്സ് ചെയ്ത് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ട് പേപ്പറിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹമാണ് ആർട്ട് ഓഫ് ഹെർബേറിയം എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ എന്നാലും ആ വേർഡ് ഹെർബേറിയം എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പിൻഡൻ ഡി ടൂൺഫോർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ബുക്കിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഹെർബേറിയം എന്ന് പറഞ്ഞ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരുപാട് ഹെർബേറിയാസ് ഓരോരുത്തർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാൾ ലീനേഴ്സ് ആണ് ശരിക്കും ആക്ച്വലി ഇപ്പം നമ്മൾ കളക്ട് ചെയ്യും മൗണ്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ കാൾ ലിനേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു മൗണ്ടിങ്, അതായത് പല പല ഷീറ്റുകളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷീറ്റുകളിൽ നമ്മൾ സ്പെസിമെൻസിനെ മൗണ്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്, ലിനേഴ്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻപ് ഈ ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതിൽ ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റുകളെ ത്രെഡ് വെച്ച് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അത് ഓരോ വോളിയമായിട്ട് ബൈൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ലിനേഴ്സിന് ശേഷമാണ് കുറച്ചുകൂടെ എന്താണ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇത് സ്റ്റോർ ചെയ്യാൻ, ഹെർബേറിയം ഷീറ്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ലിനേഴ്സിന് ശേഷമാണ്. ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹെർബേറിയത്തിൽ നമുക്ക് ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉള്ള പ്ലാന്റ്സിനെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഹെർബേറിയം ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. എന്നാൽ ഇപ്പം വേൾഡിലെ എല്ലായിടത്തുള്ള എല്ലാ പ്ലാന്റ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെർബേറിയം ഷീറ്റുകളായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ഫീൽഡ് ഓഫ് ടാക്സോണമീൻ്റെ ആ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ പ്ലാന്റ്സിനെയും ഇങ്ങനെ കളക്ട് ചെയ്ത് ഹെർബേറിയം ഷീറ്റുകളാക്കി മാറ്റിയിട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഹെർബേറിയം എന്ന് പറയുന്നത് ഹെർബേറിയം സ്പെസിമെൻ, ഓരോ ഹെർബേറിയം സ്പെസിമെൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെന്തായിരിക്കണം,
പ്രോപ്പർലി ലേബിൾഡ് ആയിരിക്കണം. ആ ലേബലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? പല ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ലേബലിൽ പല ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അതിൻ്റെ സ്പീഷീസ്, അതിൻ്റെ ഫാമിലി, അത് എവിടെ നിന്നാണ്, എന്നാണ് കളക്ട് ചെയ്തത്, അത് കളക്ട് ചെയ്തത് ആരാണ്, അതിനെക്കുറിച്ചുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഹെർബേറിയം ഷീറ്റിൽ. ഈ ഹെർബേറിയം ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹെർബേറിയം എന്ന് പറയുന്നത്, ഈ സ്പെസിമെൻസ് എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ബന്ധമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിലോ അല്ലെങ്കിൽ APJ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഇത് ഹെർബേറിയം ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹെർബേറിയം എന്ന് പറയുന്നത് യൂഷ്വലി എന്തുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും? ഒന്നെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഹെർബേറിയങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും കോളേജസിൽ ഒക്കെ ഹെർബേറിയം അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെർബേറിയകളും ഉണ്ട്. ഇനി പ്രധാനമായിട്ട് 4 കൈൻഡ് ഹെർബേറിയ പറയുന്നുണ്ട്. ഒന്ന് ജനറൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹെർബേറിയ, നാഷണൽ ഹെർബേറിയ, ലോക്കൽ ഹെർബേറിയ ആൻഡ് സ്പെഷ്യൽ ഹെർബേറിയ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്പെസിമെനുകൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഹെർബേറിയത്തിന് പറയുന്ന പേരാണെന്ത്? ഇൻ്റർനാഷണൽ ഹെർബേറിയ. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള സ്പെസിമെൻസ് ഉണ്ടായിരിക്കും. അതാണ് ഇൻ്റർനാഷണൽ. നാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൺട്രിയിലത്തെ സ്പെസിമെനുകളുള്ള ഹെർബേറിയയാണ് എന്ത്? നാഷണൽ ഹെർബേറിയ. അത് ആ ഒരു കൺട്രിയിലത്തെ മാത്രം. മറ്റേത് എല്ലാ കൺട്രികളിലുള്ള സ്പെസിമെനുകളുടെയാണ് എന്ത്? ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. പിന്നെ ലോക്കൽ ഹെർബേറിയ എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിൽ തന്നെയുള്ള ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു റീജിയനിലുള്ള സ്പെസിമെനുകളുടെ കളക്ഷനെയാണ് എന്ത്? കണ്ടെയ്ൻ ചെയ്യുന്ന ഹെർബേറിയത്തിനെയാണ് നമ്മൾ ലോക്കൽ ഹെർബേറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ സ്പെഷ്യൽ ഹെർബേറിയ എന്ന് പറയും. ഇപ്പം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെർബേറിയ എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്താണ്? വേൾഡിലെ പല ഭാഗത്തു നിന്നുള്ള കളക്ഷൻസും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഡ്രഗ്സ്, മെഡിസിൻ അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അവരുടെ ഹെർബേറിയ എന്ന് പറയുന്നതിൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റുകളുടെ സ്പെസിമെൻ ആയിരിക്കും അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചില കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കാനുള്ള ഹെർബേറിയങ്ങൾ മാത്രമായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൽ, അഗ്രികൾച്ചർ കോളേജസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഗ്രോ ചെയ്യുന്ന ക്രോപ്പുകൾ, അതിനെ ബാധിക്കുന്ന വീടുകൾ, അതിൻ്റെ സ്പെസിമെൻസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അത്രയാണ് ഹെർബേറിയത്തിനെ കുറിച്ചൊരു ജനറൽ പിക്ചർ. ഇനി ഹെർബേറിയം ടെക്നിക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹെർബേറിയം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പെർമനൻറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു സ്പെസിമെനിനെ കുറിച്ചിട്ടുള്ള ഒരു പെർമനൻറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് പിന്നീടുള്ള പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെസിമെൻ ആണ് ഹെർബേറിയം എന്ന് പറയുന്നത്. ഈ ഹെർബേറിയം സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് സെലക്ട് ചെയ്യും, കളക്ട് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി പ്രിസർവ് ചെയ്യേണ്ട സംഭവമാണ് ഹെർബേറിയം സ്പെസിമെൻ എന്ന് പറയുന്നത്. അതിനൊരുപാട് ഹെർബേറിയത്തിൻ്റെ പ്രിപ്പറേഷന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെയാണ് കളക്ഷൻ ഓഫ് സ്പെസിമെൻ. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഹെർബേറിയം പ്രിപ്പയർ ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു സ്പെസിമെനുകൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഹെർബേറിയത്തിന് വേണ്ട സ്പെസിമെൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് സ്പെസിമെൻസ്. ഹെർബേറിയത്തിന് വേണ്ട സ്പെസിമെൻസ് നമ്മൾ പല ലൊക്കാലിറ്റീസിൽ നിന്ന്, പല ഹാബിറ്റാറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യും. അതിൽ ആ സ്പെസിമെൻസിൽ എല്ലാ പാർട്ടുകളും ഉണ്ടായിരിക്കണം. ആ പ്ലാന്റിൻ്റെ എല്ലാ പാർട്സും ആ സ്പെസിമെൻസിൽ ഉണ്ടായിരിക്കണം. റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഹെർബേഷ്യസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ, ഹെർബാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നെസസറി ആയിട്ടുള്ള ടൂൾസ് കയ്യിൽ കരുതണം, അല്ലേ? പ്ലാന്റ് കളക്ഷന് വെറുതെ അങ്ങ് പോയാൽ നമുക്ക് കിട്ടും. നമുക്കതിന് വേണ്ട നൈഫ്, സ്ട്രോങ് ആയിട്ടുള്ള നൈഫ്, പ്രൂണിങ് ഷിയേഴ്സ്, അതൊക്കെ ആവശ്യമുണ്ട്, അല്ലേ?
പിക്ക് എന്തിനാണ്? നമ്മൾ റൂട്ടൊക്കെ ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി. നമുക്ക് റൂട്ടൊന്നും കേടുപാടുകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിക്സ് വേണം. അതുപോലെ തന്നെ സ്ട്രോങ് നൈഫ് വേണം. പ്രൂണിങ് ഷിയർ വേണം. അതെന്താണ്? സ്പെസിമെൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൂണിങ് ഷിയേഴ്സ് വേണം. പ്ലാൻ പ്രസ് വേണം. ഹാൻഡ് ലെൻസ് വേണം. ഫീൽഡ് ബുക്ക് വേണം. ടാഗ് വേണം. ബ്ലോട്ടിംഗ് പേപ്പർ വേണം. ഇതൊക്കെയാണ് നമുക്ക് ഒരു പ്ലാന്റ് കളക്ട് പോകുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ. നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? കളക്ഷൻ പിക്ക്, സ്ട്രോങ് നൈഫ്, പ്രൂണിങ് ഷിയർ, പ്ലാൻ പ്രസ്, ഹാൻഡ് ലെൻസ്, ഫീൽഡ് ബുക്ക്, ടാഗ്, ബ്ലോട്ടിംഗ് പേപ്പർ, അതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ. നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ ചിലപ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് വാസ്കുലം എന്ന് പറയുന്ന ഇതിൽ സ്റ്റോർ ചെയ്യും. വാസ്കുലം എന്ന് പറയുന്ന ഒരു മെറ്റൽ ബോക്സ് ആണ്. നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ബോക്സ് ആണ് വാസ്കുലം. അതായത് കേടുപാടുകളൊന്നും ഇല്ലാതെ ആ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെറ്റൽ ബോക്സ് ആണ് എന്താ? വാസ്കുലം. അതിൽ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ഒരു റക്കിൽ സ്റ്റോർ ചെയ്യും. റക്കിൽ അല്ലെങ്കിൽ സാക്സിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ്? ക്യാമ്പ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ കളക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തിയിട്ട് നമ്മളത് പ്രസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പോളിത്തീൻ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തിന്? പ്ലാന്റ് കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോളിത്തീൻ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവറിങ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവറിങ് അല്ലെങ്കിൽ ഫ്രൂട്ടിങ് സ്റ്റേജസിലായിരിക്കും യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. അതിൻ്റെ കളക്ഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ടാഗ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ്, അത് കിട്ടിയ ലൊക്കാലിറ്റി, അതിൻ്റെ ഫീൽഡ് ക്യാരക്ടേഴ്സ്, അതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഫീൽഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രൊസീജിയർ മനസ്സിലായല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഹെർബേറിയത്തിന് വേണ്ട ഹെർബേറിയം ഉണ്ടാക്കാൻ വേണ്ട സ്പെസിമെൻ കളക്ട് ചെയ്യുകയാണ്. അതിൽ ഹെർബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ റൂട്ട് സിസ്റ്റം വരെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പാർട്ടും നമ്മൾ കളക്ട് ചെയ്യും. റൂട്ട് സിസ്റ്റം വരെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ടൂളുകൾ എന്തൊക്കെയാണ്? കളക്ഷൻ പിക്ക് വേണം, സ്ട്രോങ് നൈഫ് വേണം, പ്രൂണിങ് ഷിയേഴ്സ് വേണം, പ്ലാൻ പ്രസ് വേണം, ഹാൻഡ് ലെൻസ് വേണം, ഫീൽഡ് ബുക്ക് വേണം, ബ്ലോട്ടിംഗ് പേപ്പർ വേണം. ഒന്നെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? ആ ഒരു പ്ലാന്റ് പ്രസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വാസ്കുലം, ടെമ്പററി ആയിട്ടുള്ള വാസ്കുലത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അതൊരു മെറ്റൽ ബോക്സ് ആണ്. നമ്മൾ പ്ലാന്റ്സിനെ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ സൂക്ഷിക്കുന്ന ആ ഒരു മെറ്റൽ ബോക്സിനെ പറയുന്ന പേരാണ് വാസ്കുലം. അതിൽ സ്റ്റോർ ചെയ്യും. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോളിത്തീൻ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിന് ശേഷം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളെ കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിത് ഓരോന്ന് പ്രസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് മെയിനായിട്ട് എന്താണ്? നമ്മൾ ഫ്ലവറിങ് അല്ലെങ്കിൽ ഫ്രൂട്ടിങ് സ്റ്റേജിലാണ് പൊതുവേ നമ്മൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യാറ്. നമ്മൾ കളക്ഷന് ശേഷം അതിനെ ടാഗ് ചെയ്യും. ടാഗ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കാലിറ്റി, അതിൻ്റെ ഫീൽഡ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഫീൽഡ് ബുക്കിൽ നോട്ട് ചെയ്യും. ഇനി അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പെസിമെനെ പോയ്സൺ ചെയ്യണം. പോയ്സണിങ് ഓഫ് സ്പെസിമെൻ. എന്താണ് ആക്ച്വലി പോയ്സണിങ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്ത് നമുക്കറിയാം, ഒരു പ്ലാന്റ് എന്തൊരു സംഭവമായാലും നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് പൊതുവേ ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും അല്ലേ? ആ ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പെസിമെനെ പോയ്സൺ ചെയ്യും. ആ കളക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പോയ്സൺ ചെയ്യും. പോയ്സണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 1% മെർക്കുറി ക്ലോറൈഡ്, അല്ലെങ്കിൽ ലോറിയൽ പെൻറ്റാക്ലോറോഫീനേറ്റ്, 4% ഫോർമാലിൻ. ഇതൊക്കെയാണ് നമ്മൾ പോയ്സണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രസ്സിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് സ്പെസിമെൻ. സ്പെസിമെൻ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യും, ഡ്രൈ ചെയ്യാം. നമ്മൾ പോയ്സൺഡ് ആയിട്ടുള്ള സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യും? പ്രസ് ചെയ്യും ഷീറ്റ്സിൽ.
ബ്ലോട്ടിംഗ് പേപ്പേഴ്സിൽ എന്ത് ചെയ്യും, ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യും, നമ്മൾ പ്രസ് ചെയ്യാണ് ചെയ്യാറ്. ഈ സമയത്ത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും, ഓവർലാപ്പ് ഒന്നും ചെയ്യാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യും. ഓരോ സ്പെസിമനും ഓരോ ഷീറ്റിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുക. ഈ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മൾ ടൈറ്റായിട്ട് എന്ത് ചെയ്യും, പ്രസ് ചെയ്യും. നമ്മളെ പ്ലാൻ പ്രസ് യൂസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്യും. ഒരു 24 to 48 മണിക്കൂർ വരെ ടൈറ്റ്ലി പ്രസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പ്രസ് ഓപ്പൺ ചെയ്തിട്ട് ആ പേപ്പർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ആ പേപ്പർ മാറ്റിയിട്ട് പുതിയ ഷീറ്റ്സ് വെച്ച് കൊടുക്കും. എന്നിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യും. ആ പ്രസ്സിന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യും. ഒരു 1 to 2 ദിവസം വരെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഈ പ്രസ് പിന്നീട് ഓപ്പൺ ചെയ്തിട്ട് ഇതേ പ്രൊസീജിയർ ഇങ്ങനെ ആ ഒരു സ്പെസിമെൻ ഉണങ്ങുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ പറഞ്ഞു കളക്ഷൻ, പിന്നെ നമ്മൾ പോയ്സൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യും, ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പേപ്പർ വെക്കും, അതിൻ്റെ മേലെ നമ്മുടെ സ്പെസിമെൻ വെച്ചിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. അതായത് ലീവ്സും കാര്യങ്ങളൊന്നും ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത ബ്ലോട്ടിംഗ് പേപ്പർ വെക്കും, അടുത്ത സ്പെസിമെൻ വെക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ പ്രസ്സിൽ വെക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു 24 to 48 മണിക്കൂറിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു പേപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ആ പേപ്പർ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പേപ്പറിൽ നമ്മുടെ സ്പെസിമെൻ കീപ്പ് ചെയ്യാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് അത് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ ഇടയിലുള്ള ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്പെസിമെൻ ഉണങ്ങുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രൊസീജിയർ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്രസ് ചെയ്തു, ഡ്രൈ ചെയ്തു, 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? 4ാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പെസിമെനെ മൗണ്ട് ചെയ്യും, ലേബൽ ചെയ്യാണ് ചെയ്യാറ്. ഡ്രൈ ചെയ്തതിന് ശേഷം സ്പെസിമെൻ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷീറ്റിൽ മൗണ്ട് ചെയ്യും. അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 16.5 x 11.5 ആ ഒരു ഇഞ്ച് കണക്കിനാണ് ആ ഒരു സ്റ്റാൻഡേർഡ് സൈസ്. ഹെർബേറിയം ഷീറ്റിന് സൈസ് ഉണ്ട് 16.5 11.5 വരുന്നത്. ഇഞ്ചിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 41.9 x 29.2 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ ഷീറ്റുകളെയാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഈ അളവിലുള്ള ഈ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഷീറ്റിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്യാണ് ചെയ്യുക. ഈ സ്പെസിമെൻ പെട്ടെന്ന് ഈ ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് അല്ലെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അഡിസീവ് അല്ലെങ്കിൽ ഗമ്മ്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് സ്റ്റിഫായിട്ടുള്ള പാർട്ടുകൾ, അതായത് വുഡി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റിഫായിട്ടുള്ള പാർട്ട് നമ്മൾ യൂഷ്വലി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. നമ്മൾ ഒന്നെങ്കിൽ ഗമ്മ് വെച്ചിട്ട് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുക ഹെർബേറിയം ഷീറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട്. സ്റ്റിഫായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്തെടുക്കും. ഈ മൗണ്ടഡ് ആയിട്ടുള്ള സ്പെസിമെനുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യും. ഈ ലേബൽ എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ഷീറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് കോർണറിലായിരിക്കും അതിൻ്റെ ലേബൽ ഉണ്ടായിരിക്കുക. ഹെർബേറിയം ലേബലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതായത് നെസസറി ആയിട്ടുള്ള ഫീൽഡ് ഡാറ്റ കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ കളക്ഷൻ നമ്പർ, ഡേറ്റ് ഓഫ് കളക്ഷൻ, സയൻറ്റിഫിക് നെയിം ഓഫ് ദ പ്ലാന്റ്, ലോക്കൽ നെയിം ഓഫ് ദ പ്ലാന്റ്, പിന്നെ ഫാമിലി, ഹാബിറ്റ്, ലൊക്കാലിറ്റി, നോട്ട്സ്, ആൾട്ടിറ്റ്യൂഡ്, കളക്ടർ നെയിം എക്സെട്ര. ഇതൊക്കെ ആ ഒരു ലേബലിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാന്റ് കളക്ട് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് മാത്രം നമുക്കതിൽ നിന്ന് ഇൻഫോർമേഷൻസ് കിട്ടുമോ? ഇല്ല. അത് ഏതാ പ്ലാന്റ്, അതിൻ്റെ സയൻറ്റിഫിക് ഡീറ്റെയിൽസ്, അത് എവിടുന്നാണ് കളക്ട് ചെയ്തത്, അതിൻ്റെ നോട്ടുകൾ, അത് ഏത് ആൾട്ടിറ്റ്യൂഡിലാണ് വരുന്നത്, ഏത് ലൊക്കാലിറ്റിയിലാണ്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നോട്ട് ചെയ്യാണ് ചെയ്യാറ്. അതാണ് എന്ത് മൗണ്ടിങ് ആൻഡ് ലേബലിങ്ങിൽ വരുന്നത്. ഇതാണ് ആക്ച്വലി ആ ഒരു ലേബലിൽ വരുന്നത്. ഫ്ലോറ ഓഫ് number of plants, family, genus, species, locality and altitude, habit, date of collection, ecological notes, name of collector, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ നോട്ട് ചെയ്യുക. ഓക്കെ. ഇനി സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് സ്പെസിമെൻ, അത് എന്താണ്, സ്റ്റോറേജ് ആണ് വരുന്നത്. സ്പെസിമെൻ്റെ സ്റ്റോറേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതായത് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് വെറുതെ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതെന്ത് ചെയ്യണം, നല്ല പ്രോപ്പറായിട്ട് സേഫായിട്ട് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫർദർ റെഫറൻസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മൗണ്ട് ചെയ്ത സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യും, ഹെർബേറിയം കേസ് അല്ലെങ്കിൽ ഹെർബേറിയം ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യാറ്. ഈ സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മുടെ വെൽ നോൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അറേഞ്ച് ചെയ്യുക. ഒരുവിധം എല്ലാ ഇന്ത്യയിലും അതുപോലെ മറ്റുള്ള കൺട്രീസിലും പ്രധാനമായിട്ടും ബെന്തം ആൻഡ് ഹുക്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെർബേറിയം ഷീറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. ഒരേ ഡിഫറെൻറ്റ് ജെനറ ഓഫ് എ ഫാമിലി ആൻഡ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് എ ജീനസ്. ഒരു ഫാമിലി, ഒരു ഇതിൽ തന്നെ ഒരു ജനറയിലുള്ള ഒരു ഫാമിലിയിലുള്ള ഡിഫറെൻറ്റ് ജനറേനെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ്, ഒരു ജീനസിലുള്ള ഡിഫറെൻറ്റ് സ്പീഷീസിനെയും അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ഒരുപാട് ജനേറാസ് ഉണ്ടാവും. ആ ഓരോ ജനറേനെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ജനറയിലും ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടായിരിക്കും. ആ സ്പീഷീസുകളെയും അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഈ ഹെർബേറിയം സ്പെസിമെൻസ് ഫംഗൽ ഇൻഫെക്ഷന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1% മെർക്കുറി ക്ലോറൈഡ് എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യും. അതുപോലെ തന്നെ ഇൻസെക്റ്റ് അറ്റാക്ക് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റപ്പലൻസ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് റപ്പലൻ്റ് എന്ന് പറയുന്നത് നാഫ്തലിൻ ബോള്, അതുപോലെ ഡൈക്ലോറോ ബെൻസീനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹെവി മെറ്റൽ പൊളൂട്ടൻസിൻ്റെ സോഴ്സാണ്. അതിൽ മെർക്കുറി, ആർസനിക് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, ഈ ഒരു സ്പെസിമെനെ പിന്നീട് സ്റ്റോർ ചെയ്യുക. നാഫ്തലിൻ ബോൾസ് ഒക്കെ, അതായത് അല്ലെങ്കിൽ ഹെർബേറിയം ഷീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻസെക്റ്റോ അല്ലെങ്കിൽ ഫംഗസോ എന്ത് ചെയ്യും, നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈ ആൻഡ് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും ഒക്കെ അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയാണ് എന്ത്, ആ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ 5 സ്റ്റെപ്പ് പറഞ്ഞു. ഒന്ന് കളക്ട് ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യുക, അതിനെ പോയ്സൺ ചെയ്യുക, മൗണ്ട് ആൻഡ് പ്രസ് ചെയ്യുക, പിന്നെ മൗണ്ട് ആൻഡ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പ്രസ്സിങ് ആൻഡ് ഡ്രൈയിങ്ങിന് ശേഷം നമ്മൾ മൗണ്ട് ആൻഡ് ലേബലിംഗ് ചെയ്യാം, പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കളക്ഷൻ ഓഫ് സ്പെസിമെൻ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം, പിന്നെ പോയ്സൺ ചെയ്യണം, പ്രസ്സിങ്ങും ഡ്രൈയിങ്ങും ചെയ്യണം, അതിനുശേഷം നമ്മൾ മൗണ്ടിങ് ആൻഡ് ലേബലിംഗ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യാം, സ്പെസിമെൻ സ്റ്റോർ ചെയ്യാം. അതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ഇനി നമ്മുടെ ഹെർബേറിയത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഹെർബേറിയം സ്പെസിമെൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു റെപ്പോസിറ്ററി ആണ് അല്ലേ. ഇവിടെ എന്താണ്, നമുക്ക് ഫ്യൂച്ചർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെർബേറിയം ഷീറ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു ടാക്സോണമിക് എയ്ഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ സ്പെസിമെൻസിനെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈഡ് സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള എന്താണ്
ഹെർബേറിയത്തിൽ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ കളക്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്പെസിമെനുകളെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ. പിന്നെ ഹെർബേറിയ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോറിസ്റ്റിക് ഡൈവേഴ്സിറ്റി അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി സോഴ്സ് ആണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് എന്ത്, ഹെർബേറിയ എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ബാങ്കുകളാണ് ഇവർ. ഇതിൽ എന്താണ്, ഓരോ ഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഹെർബേറിയയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഒരു ബേസിക് മെറ്റീരിയലാണ് ഫ്ലോറ അല്ലെങ്കിൽ വെജിറ്റേഷൻ. ഓരോ റീജിയൻസിലുള്ള ഫ്ലോറേനെയും വെജിറ്റേഷനെയും കുറിച്ചിട്ടുള്ള ഒരു എന്താണ് ബേസിക് മെറ്റീരിയലാണ് എന്ത്, ഹെർബേറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്, ഫ്ലോറേൻ്റെ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. ഒരു ഏരിയയിലുള്ള വെജിറ്റേഷനെ കുറിച്ചുള്ള ഒരു എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെർബേറിയകൾ. ഹെർബേറിയത്തിൽ എന്താണ്, ഫ്രൂട്ട്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ, പോളൻ ഗ്രെയിൻസ്, കാർപ്പോലോഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹെർബേറിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെർബേറിയസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യും, ലോൺ ചെയ്യുകയൊക്കെ ചെയ്യാം. അതായത് മറ്റ് ഹെർബേറിയ കളക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. ഹെർബേറിയം കളക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെർബേറിയം ഷീറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യും, ലോൺ എടുക്കുകയൊക്കെ ചെയ്യാം റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ ഹെർബേറിയ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് എത്നോബോട്ടണിക്കൽ റിസർച്ചസിന് അതുപോലെ തന്നെ ഫൈറ്റോജോഗ്രഫിക്കൽ സ്റ്റഡീസിനൊക്കെ എന്താണ് ഒരു വാല്യുബിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഹെർബേറിയാസ് നമ്മുടെ വേൾഡിൽ മൊത്തമായിട്ടുണ്ട്. ഒരു 1200ഓളം റെക്കഗ്നൈസ്ഡ് ഹെർബേറിയാസ് ഉണ്ട് വേൾഡിൽ. അതിൽ ഒരുപാടെണ്ണം എന്താണ്, അതുകൂടാതെ ഒരുപാട് അൺറെക്കോർഡഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഹെർബേറിയാസും യൂണിവേഴ്സിറ്റീസിൽ അതുപോലെ തന്നെ കോളേജസിലും ഫാർമസീസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പഡോവ ഇറ്റലിയിലാണ് ഫസ്റ്റത്തത്. അതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു ഹെർബേറിയത്തിന് 2 ഹെർബേറിയത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്, സെൻട്രൽ നാഷണൽ ഹെർബേറിയം CAL ആണ്. അതിൽ ഏകദേശം 2 മില്യൺ പ്ലാന്റ് സ്പീഷീസിൻ്റെ ഒരു നാഷണൽ റെപ്പോസിറ്ററി ആണ് എന്ത്, സെൻട്രൽ നാഷണൽ ഹെർബേറിയം എന്ന് പറയുന്നത്. ഇത് ലാർജസ്റ്റ് ഹെർബേറിയം ആണ് വേൾഡ്